ഹായ്, ഇന്ന് ഞാനൊരു പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പനീർ മസാലയാണ്. അതിന് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ പനീർ പാക്കറ്റാണ് വാങ്ങിയത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അതിലേക്ക് 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഉപ്പ് അധികം വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ പനീർ പീസസിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 15 മിനിറ്റ് ഒന്ന് അവിടെ മാറ്റി വെക്കണേ മിക്സ് ചെയ്തിട്ട്. ഈ ടൈമിൽ നമ്മൾക്ക് ഗ്രേവിക്ക് വേണ്ടെല്ലാം തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് എടുത്തത്. അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ചെറിയ ജീരകപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തതാണ്. 2 തക്കാളി പ്യൂരി, സവാള അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസൂരി മേത്തി, ഗരം മസാല, പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് 2 എണ്ണം. ഇനി പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം മിക്സ് ചെയ്ത പനീറില്ലേ പീസസ്, അതെല്ലാം ഓരോന്നേ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണേ, കുറേ നേരം ഒന്നും വെക്കണ്ട, അപ്പോൾ അത് ഉറച്ചു പോകും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇതെല്ലാം എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. 2-3 മിനിറ്റ് മതി. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത പനീർ, എല്ലാം ഫ്രൈ ചെയ്ത പനീർ നമ്മൾക്ക് എന്നിട്ട് മാറ്റി വെക്കാം. സെയിം പാനിൽ തന്നെ നമ്മൾ ഗരം മസാലയൊക്കെ ഇല്ലേ, പെരിഞ്ജീരകം 1/2 സ്പൂണ്, ചെറിയ ജീരകം 1/4 സ്പൂണ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ബേ ലീഫ്, ഇതെല്ലാം 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞതാണ് ചെറിയ പീസസ് ആയിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഞാൻ അരച്ചെടുത്തതാണ്. ഇതും കൂടി ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മിക്സ് ചെയ്യാം. ഇതൊരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തൈരും മസാലയൊക്കെ ഇല്ലേ മിക്സ് ചെയ്ത്, അതും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് കസൂരി മേത്തി, 1/2 സ്പൂണ് ഗരം മസാല. കസൂരി മേത്തി നമ്മളെ ഉലുവ ഇല ഡ്രൈ ആയതില്ല, അതാണ്. ഇതെല്ലാം 2 കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാതൊന്ന്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊരു 3 മിനിറ്റ് വെച്ചാൽ മതി. ഈ തിളച്ച ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച പനീർ പീസസ് ഇല്ലേ, അത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം.
അതിലേക്ക് ലാസ്റ്റ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതില്ലേ അതും ഇട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് ലാസ്റ്റ് ഇത് ഇടുമ്പോൾ. ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട്. നമ്മളെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചപ്പാത്തിക്ക് പറ്റിയൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തി, പൊറോട്ട, ചോറിനും എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.